അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ മയോണൈസാണ് തയ്യാറാക്കുന്നത്. 3 രീതിയിൽ മയോണൈസ് തയ്യാറാക്കുന്നുണ്ട്. മിക്സിയിൽ അടിച്ചെടുത്തിട്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പാലും ഓയിലും ചേർത്തുള്ള മയോണൈസ് തയ്യാറാക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് മയോണൈസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾ കൂടുതൽ അളവിൽ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ മിക്സിയിൽ അരക്കാനെടുക്കുന്ന ജാർ എടുത്താലും മതി. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണം എടുക്കാം. വെളുത്തുള്ളിയുടെ അളവ് കൂടിപ്പോവുകയും ചെയ്യരുത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. ഇനി ഇത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ ഈ പാലെടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെയാണ് ഓയിലും എടുക്കേണ്ടത്. ഓയിൽ ആദ്യം തന്നെ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട. ഒരു 2-3 പ്രാവശ്യമായിട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഓയിൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്രയ്ക്ക് കട്ടിയായി വന്നിട്ടില്ല, കുറച്ചും കൂടി ഒന്ന് കട്ടിയായി വരാനുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് തയ്യാറാക്കി കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഉപ്പ് ഇതിൽ പെട്ടെന്ന് കൂടിപ്പോവും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇത് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ കൂടുതൽ സമയം വെച്ചിട്ട് അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് ഓരോ തവണ അടിച്ചെടുക്കുമ്പോഴും 1 മിനിറ്റിന് താഴെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ മയോണൈസ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നിങ്ങളത് ഇത് കട്ടിയായി വന്നിട്ടില്ലെങ്കിൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. അധികമായിട്ട് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പാലും ഓയിലും ഒരേ അളവിലെടുത്തിട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല പാകത്തിന് കട്ടിയായിട്ട് തന്നെ കിട്ടും. ഇനി നമ്മൾ എടുത്തിട്ടുള്ള അളവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ട് കട്ടി കൂടി പോവുകയോ കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഒരു ഗാർലിക് ഫ്ലേവറിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് മസ്റ്റാർഡ് പേസ്റ്റോ അതുപോലെ എന്തെങ്കിലും സ്പൈസസോ ഹെർബ്സോ സോസൊക്കെ വേണമെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലും ഓയിലും ചേർത്തുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ പല റെസിപ്പിയിലും ചെയ്തിട്ടുള്ളതാണ്. ഞാൻ എപ്പോഴും തയ്യാറാക്കാറുള്ളതും എല്ലാവർക്കും ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമായിട്ടുള്ളൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണിത്. ഇനി നമുക്ക് മുട്ടയും ഓയിലും വെച്ചിട്ടുള്ള മയോണൈസ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി മുട്ടയുടെ മഞ്ഞ വേണ്ട, വെള്ളം മാത്രം മതിയെങ്കിൽ 1.5 മുട്ടയുടെ വെള്ളം എടുക്കാം. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ 4 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യമായിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഓയിൽ മുഴുവനും കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ട ചേർത്തിട്ടുള്ള മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമ്മൾ മുട്ടയുടെ മഞ്ഞൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഉണ്ടാവും. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മയോണൈസിലും മുട്ടയുടെ മഞ്ഞയും അതുപോലെ മസ്റ്റാർഡ് പേസ്റ്റൊക്കെ ചേർക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കളറായിരിക്കും ഈ മയോണൈസിന്. നമ്മൾ പാലും മുട്ടയുടെ വെള്ളമൊക്കെ ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് നല്ല വെള്ള കളറായിരിക്കും. ഇതും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പോ പുളിയോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ സ്പൈസസും മസ്റ്റാർഡ് പേസ്റ്റൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത്രയും കട്ടിയായി വന്നിട്ടില്ലെങ്കിൽ കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്താൽ മതി. കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള 2 രീതിയിലും അത്യാവശ്യം ഓയിലൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മയോണൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കുന്ന മയോണൈസിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ മതി. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലല്ലെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ളം വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തയ്യാറാക്കിയിട്ടുള്ള മയോണൈസിൽ പാലിൻ്റെ അതേ അളവിലാണ് ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് പാലിൻ്റെ പകുതി ഓയിൽ മതി. പിന്നെ ഒരു വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ്, 1/4 ടീസ്പൂൺ പഞ്ചസാര, ഒരു 3/4 ടീസ്പൂണോളം വിനാഗിരി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇതിൽ നമ്മൾ ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് ഇതിപ്പോൾ ഇത്രേ കട്ടിയായിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ആവശ്യത്തിന് തിക്കാക്കി എടുക്കാൻ നമുക്കിതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ഉരുളക്കിഴങ്ങിൻ്റെ 1/4 ഭാഗത്തിനേക്കാളും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ടൊന്ന് അരച്ച് നോക്കിയിട്ട് ആവശ്യത്തിന് തിക്കായിട്ടില്ലെങ്കിൽ മാത്രം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഇത് കുറച്ച് ചേർത്ത് കൊടുത്താൽ തന്നെ നല്ല തിക്കായിട്ട് വരും.
ഇപ്പം ഞാൻ ഇതൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മയണൈസ് നമുക്ക് ഇത്രയ്ക്ക് തിക്കായാൽ മതി. ഇതിനൊന്ന് ഇരിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരും. ഇതിൽ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കൂടി പോകരുത്. അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. നല്ല കട്ടിയായിട്ട് കൊഴുപ്പായിട്ടിരിക്കും. ചെറിയൊരു അളവിൽ ചേർക്കുകയാണെങ്കിൽ നമ്മളിതിൽ ഉരുളക്കിഴങ്ങ് ചേർത്തതായിട്ടൊന്നും തോന്നില്ല. അപ്പോൾ നമ്മുടെ അധികം ഓയിലൊന്നും ചേർക്കാതെ കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുത്തുള്ള മയണൈസും റെഡി ആയിട്ടുണ്ട്. ഈ മയണൈസൊക്കെ ഒരു 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. എന്നാലും ഇത് എത്രയും പെട്ടെന്ന് യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഈ മയണൈസ് ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.